നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കാറുണ്ട്. മുന്നിൽ റെഡ് ലൈൻ കണ്ടാൽ നമുക്ക് ഉറപ്പാണ് അവിടെ ബ്ലോക്ക് ഉണ്ടാവും എന്നുള്ളത് അല്ലെ. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഗൂഗിൾ എങ്ങനെയാണ് ഈ വിവരം അറിയുന്നതെന്ന്? റോഡിലെല്ലാം അവർ ക്യാമറ വെച്ചിട്ടുണ്ടോ, അതോ സാറ്റലൈറ്റ് വഴി ഓരോ വണ്ടിയും നോക്കിയിരിക്കുകയാണോ? അല്ല, ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ തന്നെയാണ്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ക്രൗഡ് സോഴ്സിംഗ് എന്ന ടെക്നോളജി വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ലോകത്തുള്ള കോടിക്കണക്കിന് ആളുകൾ ഒരേ സമയം ഗൂഗിൾ മാപ്സ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫോണിൽ ലൊക്കേഷൻ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ റോഡിലൂടെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫോണ് ഗൂഗിളിന്റെ സെർവറിലേക്ക് രണ്ട് കാര്യങ്ങളാണ് അയക്കുന്നത്. ഒന്ന്, നിങ്ങളിപ്പോൾ എവിടെയാണ്, അതായത് നിങ്ങളുടെ ലൊക്കേഷൻ. രണ്ടാമത്തേതാണ് നിങ്ങൾ എത്ര വേഗത്തിലാണ് പോകുന്നത്, ദാറ്റ് ഈസ് യുവർ സ്പീഡ്. ഈ വിവരങ്ങൾ വെച്ചാണ് നമ്മുടെ മാജിക് നടക്കുന്നത്. ഇനി ഗൂഗിൾ എങ്ങനെയാണ് കളറ് മാറ്റുന്നത്? ഫോർ എക്സാമ്പിൾ, 60 km/h സ്പീഡിൽ പോവേണ്ട ഒരു ഹൈവേയിൽ അവിടെയുള്ള 50-100 ഫോണുകൾ പെട്ടെന്ന് 10 km/h സ്പീഡിലേക്ക് കുറഞ്ഞു എന്ന് വിചാരിക്കുക. ഗൂഗിളിന്റെ അൽഗോരിതം അത് മനസ്സിലാക്കി. അതെങ്ങനെ മനസ്സിലാക്കും? ഓഹോ, അവിടെ എന്തോ തടസ്സമുണ്ട് എന്നുള്ളത് ഗൂഗിൾ മനസ്സിലാക്കും. അപ്പോൾ മാപ്പിലെ ലൈന് പച്ചയിൽ നിന്ന് ഓറഞ്ചിലേക്ക് മാറും. ഇനി വണ്ടികൾ തീരെ അനങ്ങാതെ വന്നാൽ എന്താ സംഭവിക്കുക? അപ്പോഴാണ് അത് ഡാർക്ക് റെഡ് ആയിട്ട് മാറുന്നത്. അതാണ് കട്ട ബ്ലോക്ക്. ഇവിടെ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഞാൻ വണ്ടി റോഡരികിൽ പാർക്ക് ചെയ്ത് ചായ കുടിക്കാൻ പോയാല് ഫോൺ അനങ്ങുന്നില്ലല്ലോ, അപ്പൊ ഗൂഗിൾ അവിടെ ബ്ലോക്ക് ആണെന്ന് കാണിക്കൂ? ഇല്ല. അതിന്റെ കാരണം ഗൂഗിൾ ഒരാളുടെ ഫോൺ മാത്രമല്ല നോക്കുക, ആ റോഡിലൂടെ പോകുന്ന 100 കണക്കിന് ഫോണുകളുടെ ആവറേജ് സ്പീഡാണ് നോക്കുന്നത്. കൂടാതെ വർഷങ്ങളായി ആ റോഡിലുള്ള ട്രാഫിക് പാറ്റേൺ, ദാറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ അവർക്ക് അറിയാൻ പറ്റും. ഈ സമയത്ത് ഇവിടെ തിരക്കുണ്ടാവില്ല എന്ന് ഗൂഗിളിന് മുൻകൂട്ടി അറിയാനും പറ്റും. ഇനി നമ്മൾ നാളെ ഒരിടത്തേക്ക് പോവാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഗൂഗിൾ പറയും നാളെ അവിടെ 20 മിനിറ്റ് ട്രാഫിക് ഉണ്ടാവും എന്നുള്ളത്. അതെങ്ങനെയാണ്? അപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അതേ ദിവസം അതേ സമയത്ത് ആ റോഡിൽ ഉണ്ടായിരുന്ന തിരക്ക് അനലൈസ് ചെയ്യും. അപ്പൊ അതിനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് മെഷീൻ ലേണിംഗ് ആണ്. അപ്പൊ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് ഗൂഗിൾ ഈ ഒരു പ്രഡിക്ഷൻ നടത്തുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഗൂഗിളിന്റെ ട്രാഫിക് സെൻസേഴ്സ് ആണ്. നമ്മൾ ലൊക്കേഷൻ ഓണാക്കി യാത്ര ചെയ്യുമ്പോൾ പുറകെ വരുന്നവർക്ക് ട്രാഫിക് ഉണ്ടോ എന്ന് അറിയാൻ സഹായിക്കുകയാണ് ഇത് ആക്ച്വലി ചെയ്യുന്നത്. അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ ടെക് അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.